ഹായ് അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തക്കാളിച്ചോറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇത് തയ്യാറാക്കാൻ വളരെ ഈസിയാണ്. അതുപോലെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളിച്ചോറാണ്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. അത് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. അപ്പോൾ ഞാൻ കടുകൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല. പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സവാള മുറിച്ചതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള കൂടുതലായി പോവണ്ട, ഒന്ന് മാത്രം മതി. ഇനി മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഈ സവാള പെട്ടെന്നൊന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. സവാള നമുക്കൊരു 1/4 ഭാഗം വാടിക്കിട്ടിയാൽ മതി. അപ്പോൾ അതാ സവാളയൊക്കെ അവിടെ നല്ലപോലെ വാടിക്കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ പേസ്റ്റ് ചേർക്കുന്നതിനേക്കാളും ഇതിലേക്ക് ചതച്ചത് ചേർത്ത് കൊടുക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ കിട്ടുന്നത്. ഇത് രണ്ടും പാടെ ഞാനൊരു 1/2 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിൻ്റെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ അത് ഒരു 2 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുത്തിരുന്നു. ഇപ്പോൾ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തക്കാളിച്ചോറ് ആയതുകൊണ്ട് തന്നെ കുറച്ചധികം തന്നെ തക്കാളി ചേർത്ത് കൊടുക്കണം. ഞാൻ വലിയ 3 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ തക്കാളി നല്ലപോലെ ഒന്ന് കുക്കായി വരണം. നല്ല വെന്തിട്ട് കുഴഞ്ഞ രീതിയിലായി കിട്ടണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു 5 മിനിറ്റോളം ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതാ 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇന്ന് ഒന്നും കൂടി ഒന്ന് ആയി കിട്ടണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് നേരം കൂടി നമുക്ക് അടച്ചു വെക്കാം. ഒരു 2 മിനിറ്റൊക്കെ ഒന്നും കൂടി അടച്ചു വെക്കുക. അപ്പോൾ അതാ തക്കാളിയൊക്കെ നല്ലപോലെ വെന്ത് കുഴഞ്ഞ് വന്നിട്ടുണ്ട്. നല്ല പേസ്റ്റ് രൂപത്തിലായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര മതി. ഇനി ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. മുളക് പൊടി നല്ല എരിവുള്ള പൊടി ആയതുകൊണ്ടാണ് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ തക്കാളി ചോറിന്. എന്നിട്ട് ഈ മസാലപ്പൊടിയുടെയൊക്കെ പച്ചമണം പോകുന്നവരെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നിങ്ങൾക്ക് മുളക് പൊടിക്ക് പകരം പച്ചമുളക് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് നാരങ്ങ നീരാണ്. 1 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നാരങ്ങ നീരില്ലെങ്കിൽ തൈരാണേലും കുഴപ്പമില്ല. ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചോറിന് ആവശ്യമായിട്ടുള്ള ചോറ് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് 1.5 ഗ്ലാസ് പച്ചരിയാണ്. സാധാ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരിയാണ്. അതിൽ 2 ഏലക്കയും 2 ഗ്രാമ്പും ഒരു പൊട്ട് കറുവപ്പട്ടയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തതാണ്. അതായത് 1.5 ഗ്ലാസ് പച്ചരിക്ക് 3 ഗ്ലാസ് വെള്ളം വെച്ചിട്ട് ഒന്ന് വറ്റിച്ചെടുത്തതാണ്. ഇത് നമുക്ക് ഏത് അരി വെച്ചിട്ടും ചെയ്തെടുക്കാം. പച്ചരി വെച്ചിട്ടും സാധാ ചോറ് വെക്കണ അരി വെച്ചിട്ടും നെയ്ച്ചോറിൻ്റെ അരി വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇനി ഈ ചോറ് നമുക്ക് മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. സാധാരണ നമ്മൾ തക്കാളി ചോറ് വെക്കുമ്പോൾ മസാലയ്ക്ക് വെള്ളം ഒഴിച്ചിട്ട് അതിൽ അരിയിട്ടിട്ടാണ് വേവിക്കലും. ഇത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇപ്പോൾ ചോറൊക്കെ നമ്മൾ മസാലയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാ ഭാഗത്തും മസാല എത്തുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സാക്കി എടുക്കണം. ചോറ് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ നല്ലപോലെ വേവിക്കരുത്. ഒരു 1/4 ഭാഗം വേവിച്ചാൽ മതി. കൂടുതലായിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ കട്ട പിടിക്കും. അപ്പോൾ ചോറൊക്കെ നല്ലപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് മസാലയിൽ. ഇനി നമ്മൾ ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റോളം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. അതുപോലെ തന്നെ ഈ മസാലയൊക്കെ ചോറിൽ നല്ലപോലെ പിടിച്ച് കിട്ടും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നെയ്യ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒഴിച്ച് കൊടുക്കാം. അത് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ വേണ്ട. ഈ ഒരു ടൈമിൽ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവർ ആവും. അപ്പോൾ ഞാൻ എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഇട്ട് കൊടുത്തിട്ടില്ല. അപ്പോൾ അതാ ഒരു 3 മിനിറ്റ് നേരം കഴിഞ്ഞിട്ട് ഞാൻ തുറന്ന് നോക്കിയപ്പോൾ മസാലയൊക്കെ ചോറിൽ പിടിച്ച് നല്ല സെറ്റായിട്ടുണ്ട്. ഇനി ഇതൊന്ന് എല്ലാ ഭാഗം ഒരുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം.
ഈ ഒരു ടൈമിൽ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിന് നമുക്ക് വേറെ കറിയൊന്നും ആവശ്യമില്ല. ഒരു സാലഡോ അല്ലെങ്കിൽ ഓംലെറ്റോ അത് മാത്രം മതി നമുക്കിത് കഴിക്കാൻ. അപ്പോൾ അതാ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള തക്കാളിച്ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.